നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വട്ടിയൂർക്കാവിൽ മുൻ DGP ആർ ശ്രീലേഖ തന്നെ സ്ഥാനാർത്ഥി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും ശാസ്തമംഗലം കൗൺസിലറുമായ അവർ ശനിയാഴ്ച, അതായത് ഇന്ന്, നർമ്മദ കോംപ്ലക്സിന് സമീപം പത്രയോടുകൂടി ചുവരെഴുത്തി പ്രചാരണത്തിന് തുടക്കമിടും. എന്നാൽ കേരളത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകില്ല. സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പ്രചരണം തുടങ്ങാൻ പാർട്ടി നേരത്തെ അനുമതി നൽകിയതിനാൽ പ്രമുഖ നേതാക്കളെല്ലാം കളത്തിലിറങ്ങിക്കഴിഞ്ഞു. BDJS 2020 തുടങ്ങിയ NDA ഘടകകക്ഷികളുമായി ആദ്യഘട്ട ചർച്ചകളെ നടന്നിട്ടുള്ളൂ. BDJSന് 30, 2020ക്ക് 10, 12 സീറ്റുകൾ എന്നിങ്ങനെ നൽകിയേക്കും. BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയും 2020യിലെ സാബു ജേക്കബും മത്സരിക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നുണ്ട്. തുഷാർ കുട്ടനാടും സാബു ജേക്കബ് തൃപ്പൂണിത്തുറയിലും മത്സരിക്കണമെന്നാണ് BJPയുടെ നിലപാട്. വട്ടിയൂർക്കാവിൽ K മുരളീധരനെതിരെ സഹോദരി പത്മജയെ മത്സരിപ്പിക്കാനായിരുന്നു BJPയുടെ ശ്രമം. എന്നാൽ തൃശൂരിലേക്കാണ് പത്മജയെ ഇപ്പോൾ പരിഗണിക്കുന്നത്. തൃശൂരിലല്ല പത്മജ മത്സരിക്കുന്നതെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരാളെ സ്ഥാനാർത്ഥിയാക്കും. കഴിഞ്ഞ ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ BJP മുന്നിലെത്തിയ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ശോഭാ സുരേന്ദ്രനെ പരിഗണിച്ചിരുന്ന കായംകുളം, അരൂർ മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥിയായില്ല. രണ്ടിടത്തും BDJSനാണ് സാധ്യത. ശോഭ പാലക്കാട് സ്ഥാനാർത്ഥിയാകും. 52 മണ്ഡലങ്ങളിലെ പട്ടികയാണ് കേന്ദ്ര ഘടകത്തിന് കൈമാറിയത്. നേമം രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടം V മുരളീധരൻ, കാട്ടകട PK കൃഷ്ണദാസ്, ആറ്റിങ്ങൽ GS ആശാനാഥ്, തിരുവനന്തപുരം കരമന ജയൻ, G കൃഷ്ണകുമാർ, രാജശേഖരൻ നായർ, കൊല്ലം പ്രശാന്ത്, ചാത്തന്നൂർ BB ഗോപകുമാർ, കരുനാഗപ്പള്ളി ജിതിൻ ദേവ്, കൊട്ടാരക്കര R രശ്മി, പത്തനാപുരം അഖിൽ മാരാർ, തിരുവല്ല അനൂപ് ആന്റണി, ആറന്മുള കുമ്മനം രാജശേഖരൻ, MT രമേശ്, ചെങ്ങന്നൂർ സന്ദീപ് വാജ്പതി, MV ഗോപകുമാർ, മഞ്ചേശ്വരം K സുരേന്ദ്രൻ, കോഴിക്കോട് നോർത്ത് നവ്യ ഹരിദാസ, ഷൊർണൂർ ശങ്കു T ദാസ്, മലമ്പുഴ C കൃഷ്ണകുമാർ, പാല ഷോൺ ജോർജ, കാഞ്ഞിരപ്പള്ളി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, കൊടുങ്ങല്ലൂർ B ഗോപാലകൃഷ്ണൻ, തലശ്ശേരി യുവമോർച്ച പ്രഭാരി O നിതീഷ് തുടങ്ങിയവർ കേന്ദ്ര ഘടകത്തിന് കൈമാറിയ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിലെ പരിഗണനാ പട്ടികയിൽ നടി ശ്വേതാ മേനോനും നെടുമങ്ങാട്ടേക്ക് യുവരാജ ഗോകുലും ഉണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ശ്രീലേഖ IPSന് മുൻപുണ്ടായിരുന്ന ഒരു സ്വീകാര്യത ഇപ്പോഴും ഉണ്ടോ? അവർക്ക് സ്ഥാനമാനങ്ങളോട് വലിയ ആക്രാന്തമാണ് എന്ന തരത്തിലുള്ള ഒരു വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ പിന്നീട് പ്രശാന്തുമായുള്ള ഒരു മുറിത്തർക്കം അത് വലിയ രീതിയിൽ ഈ ശ്രീലേഖയ്ക്ക് ഒരു വഴിത്തിരിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പ്രശാന്തും ശ്രീലേഖയും അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് മുരളീധരനും ഒക്കെ വരികയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ ഒരു ഉഗ്രൻ പോരാട്ടം തന്നെ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.